ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ലോകം വളരെ വ്യത്യസ്തമായ ലോകമാണ്. ഒരു ചെറിയ മൊബൈൽ ഫോൺ മതി, ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ എത്തും. വാർത്തകൾ, വീഡിയോകൾ, അറിവുകൾ, സൗഹൃദങ്ങൾ, വിനോദങ്ങൾ എല്ലാം ഒരു ക്ലിക്ക് അകലത്തിൽ മാത്രം. പക്ഷേ ഒരു വലിയ ചോദ്യമുണ്ട്. ഇത്രയും ഇൻഫർമേഷൻ ഉള്ള ലോകത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നത്? എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് യുവാക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നത്? കാരണം ഇൻഫർമേഷൻ മാത്രം ട്രൂത്ത് അല്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും. യേശു പറഞ്ഞില്ല, ഇന്റർനെറ്റ് നിങ്ങളെ നയിക്കും, സോഷ്യൽ മീഡിയ നിങ്ങളെ രക്ഷിക്കും, അൽഗോരിതങ്ങൾ നിങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കും. ഇല്ല, പരിശുദ്ധാത്മാവാണ് നമ്മെ സത്യത്തിലേക്ക് നയിക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, ഇന്നലെ രാത്രി എനിക്ക് 21 വയസ്സുള്ള ഒരു യുവാവിന്റെ ഫോൺ കോൾ ലഭിച്ചു. അവൻ കരയുകയായിരുന്നു, ശരിക്കും കരയുകയായിരുന്നു. അവന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു മെസ്സേജ് വന്നിരുന്നു. ഇന്ത്യ സർക്കാർ നിങ്ങളുടെ ഡിവൈസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ സൈബർ നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഉടൻ പണം അടയ്ക്കുക, അല്ലെങ്കിൽ തടവ് അനുഭവിക്കേണ്ടി വരും. അവൻ ഭയന്നു, കൈകൾ വിറച്ചു, ശബ്ദം വിറച്ചു. ജീവിതം അവസാനിച്ചുവെന്ന് വരെ അവൻ കരുതി. ഞാൻ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ആദ്യം ഒരു സ്ക്രീൻഷോട്ട് എടുക്കൂ, അത് വെരിഫൈ ചെയ്യൂ. സത്യം അറിയാതെ പാനിക് ആകരുത്. 10 മിനിറ്റിനു ശേഷം അവൻ വീണ്ടും വിളിച്ചു. ഇപ്പോൾ അവൻ ചിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഫാദർ, അത് ഫേക്ക് ആയിരുന്നു. AI പരിശോധിച്ചപ്പോൾ സ്കാം ആണെന്ന് മനസ്സിലായി. ഞാൻ Alt+F4 അമർത്തിയപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് 30 വർഷം മുമ്പ് സംഭവിച്ചിരുന്നെങ്കിൽ അന്ന് ആളുകൾക്ക് വെരിഫൈ ചെയ്യാൻ വഴികളില്ലായിരുന്നു. ഭയം അവരെ നിയന്ത്രിച്ചേനെ. പണം നഷ്ടപ്പെടുമായിരുന്നുവോ? സമാധാനം നഷ്ടപ്പെടുമായിരുന്നുവോ? ഒരുപക്ഷെ പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടേനെ. അപ്പോൾ ഇന്നത്തെ സുവിശേഷം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും. സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നാം ജീവിക്കുന്നത് വ്യാജങ്ങൾ സത്യത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തിലാണ്. വ്യാജ വാർത്തകൾ, വ്യാജ ആത്മീയത, വ്യാജ സന്തോഷം, വ്യാജ സ്നേഹം, വ്യാജ തിരിച്ചറിവുകൾ, വ്യാജ വാഗ്ദാനങ്ങൾ. ഇന്ന് ആളുകൾ ഫേസ് എഡിറ്റ് ചെയ്യുന്നു, ജീവിതം എഡിറ്റ് ചെയ്യുന്നു, വികാരങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. ശേഷം അതെല്ലാം എഡിറ്റ് ചെയ്ത ഓൺലൈൻ ജീവിതമായി മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നു. ഒരു ടീനേജർ തന്റെ സാധാരണ ജീവിതത്തെ മറ്റൊരാളുടെ എഡിറ്റ് ചെയ്ത ഓൺലൈൻ ലൈഫിനോട് താരതമ്യം ചെയ്യുന്നു. ശേഷം ഡിപ്രഷനിലേക്ക് വീഴുന്നു. ചിലർ മാതാപിതാക്കളെക്കാൾ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കുന്നു. ചിലർ മനസാക്ഷിയേക്കാൾ അൽഗോരിതങ്ങളെ വിശ്വസിക്കുന്നു. ചിലർ ദൈവത്തെക്കാൾ കൂടുതൽ സമയം സ്ക്രീനുകളോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. നാം എല്ലാവരോടും കണക്റ്റഡ് ആണ്, പക്ഷേ സത്യത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും ആങ്സൈറ്റി വർദ്ധിക്കുന്നത്. കാരണം മനുഷ്യാത്മാവിന് നുണകളിൽ ജീവിക്കാൻ കഴിയില്ല. യേശു പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കും. കാരണം ഇൻഫർമേഷൻ മാത്രം മനുഷ്യനെ രക്ഷിക്കില്ല. നിങ്ങൾക്ക് ഗൂഗിൾ ഉണ്ടായിരിക്കാം, എന്നിട്ടും ജീവിതത്തിൽ വഴിതെറ്റാം. നിങ്ങൾക്ക് വൈഫൈ ഉണ്ടായിരിക്കാം, എന്നിട്ടും ഉള്ളിൽ ഡയറക്ഷൻ ഇല്ലാതിരിക്കും. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം, എന്നിട്ടും ഹൃദയം ശൂന്യമായിരിക്കും. എന്തുകൊണ്ട്? കാരണം മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും വലിയ വിശപ്പ് ഇൻഫർമേഷൻ അല്ല, സത്യമാണ്. ആ സത്യം വെറും ഒരു ആശയമല്ല, ഒരു വ്യക്തിയാണ്. അവൻ യേശുക്രിസ്തുവാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യഹൃദയം അസ്വസ്ഥമായിരിക്കും. ആ അസ്വസ്ഥത ഇന്ന് എല്ലായിടത്തും കാണാം. ആസക്തികളിൽ, ഏകാന്തതയിൽ, തകർന്ന കുടുംബങ്ങളിൽ, ഓൺലൈൻ വെറുപ്പുകളിൽ, നിശബ്ദമായി ഡിപ്രഷനോട് പോരാടുന്ന യുവാക്കളിൽ. ലോകം കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നു, പക്ഷേ ആത്മാവ് കൂടുതൽ ശൂന്യമാകുന്നു. ഒരുപക്ഷേ പിശാച് തന്റെ സ്ട്രാറ്റജി മാറ്റിയിരിക്കാം. മുമ്പ് അവൻ തുറന്ന് ആക്രമിച്ചു, ഇന്ന് അവൻ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നു.
കാരണം ഡിസ്ട്രാക്റ്റഡ് ആയ മനുഷ്യർ അപൂർവമായാണ് പ്രാർത്ഥിക്കുന്നത്. അവർ ആഴത്തിൽ ചിന്തിക്കാറില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാറില്ല. ഇന്റർനെറ്റ് സ്കാമേഴ്സ് ചെയ്യുന്നതുപോലെ തന്നെയാണ് പിശാചും പ്രവർത്തിക്കുന്നത്. ആദ്യം ഫിയർ സൃഷ്ടിക്കുന്നു, പിന്നെ കൺഫ്യൂഷൻ, അവസാനം കൺട്രോൾ. പക്ഷേ പരിശുദ്ധാത്മാവ് അതിന്റെ വിപരീതമാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്നത് കൺഫ്യൂഷൻ പകരം ക്ലാരിറ്റി, ഫിയറിന് പകരം പീസ്, ഫേക്ക് ജീവിതത്തിന് പകരം ട്രൂത്ത്, നിരാശയ്ക്ക് പകരം ഹോപ്പ്. പ്രതികരിക്കുന്നതിന് മുമ്പ് നിമിഷം നിർത്താൻ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുന്നതിന് മുമ്പ് വിവേചിക്കാൻ പഠിപ്പിക്കുന്നു. പാനിക് ആകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന് മനുഷ്യർ എൻഡ്ലെസ് കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോഴും ആത്മീയമായി പട്ടിണിയിലാണെന്നതാണ്. മണിക്കൂറുകളോളം സ്ക്രോളിംഗ്, പക്ഷേ തിരുവെഴുത്ത് വായിക്കുന്നില്ല. നൂറുകണക്കിന് വീഡിയോകൾ കാണുന്നു, പക്ഷേ ദൈവസന്നിധിയിൽ നിശബ്ദമായി ഇരിക്കുന്നില്ല. സെലിബ്രിറ്റി ഗോസിപ്പ് അറിയാം, പക്ഷേ ഇന്നത്തെ സുവിശേഷം അറിയുന്നില്ല. ഓരോ രാത്രിയും ഫോൺ ചാർജ് ചെയ്യുന്നു, പക്ഷേ ആത്മാവിനെ റീചാർജ് ചെയ്യാൻ മറക്കുന്നു. സിഗ്നൽ ഇല്ലാത്ത ഫോൺ ഉപയോഗശൂന്യമാകുന്നതുപോലെ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ക്രിസ്ത്യാനി ആത്മീയമായി ദുർബലനാകുന്നു. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തത്. നമ്മെ വെറും മതഭക്തരാക്കാൻ മാത്രമല്ല, നമ്മെ യഥാർത്ഥത്തിൽ ജീവിപ്പിക്കാനാണ്. പരിശുദ്ധാത്മാവ് വെറുമൊരു സഭാപ്രതീകമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ സന്നിഹിതനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നു. തിരുവെഴുത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നിശബ്ദതയിലൂടെ, മനസ്സാക്ഷിയിലൂടെ, സഭയിലൂടെ, വിശുദ്ധരായ മനുഷ്യരിലൂടെ, ചിലപ്പോൾ കഷ്ടപ്പാടുകളിലൂടെ പോലും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നാം നിശബ്ദത സൃഷ്ടിക്കണം. കാരണം ലോകം നിലവിളിക്കുമ്പോൾ ദൈവം പലപ്പോഴും മന്ത്രിക്കുകയാണ്. ഒരു മനോഹരമായ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ശബ്ദം അധികം ഉച്ചത്തിലായിരിക്കില്ല, പക്ഷേ അത് എപ്പോഴും സത്യമായിരിക്കും. സത്യം വളരെ പ്രധാനമാണ്, കാരണം ഒരു നുണയ്ക്ക് പോലും ഒരു ജീവിതം തകർക്കാൻ കഴിയും. ഇന്നലെ ഒരു വ്യാജ സന്ദേശം ആ യുവാവിന്റെ സമാധാനം ഏകദേശം തകർത്തുകളഞ്ഞിരുന്നു. അതുപോലെ ലോകവും ഓരോ ദിവസവും നമുക്ക് ആത്മീയ തട്ടിപ്പ് സന്ദേശങ്ങൾ അയക്കുന്നു. നീ വിലകെട്ടവനാണ്. സന്തോഷിക്കാനായി നിനക്ക് ധനം വേണം. ആനന്ദമില്ലാതെ ജീവിതം പൂർണ്ണമാകില്ല. പാപത്തിന് അനന്തരഫലങ്ങളില്ല. നിനക്ക് ദൈവത്തെ ആവശ്യമില്ല. ഇവയെല്ലാം ശത്രുവിന്റെ നുണകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായി സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു: നീ സ്നേഹിക്കപ്പെടുന്നവനാണ്. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിനക്ക് ക്ഷമ ലഭിച്ചിരിക്കുന്നു. നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. നീ ദൈവത്തിൻ്റെതാണ്. സഹോദരീ സഹോദരന്മാരെ, ആ ശബ്ദമാണ് ജീവൻ രക്ഷിക്കുന്ന ശബ്ദം. അതിനാൽ ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം: ഞാൻ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? ഭയത്തിന്റെ ശബ്ദമോ? കോപത്തിന്റെ ശബ്ദമോ? സോഷ്യൽ മീഡിയയുടെ ശബ്ദമോ? രാഷ്ട്രീയത്തിന്റെ ശബ്ദമോ? ആസക്തികളുടെ ശബ്ദമോ? അതോ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമോ? കാരണം എല്ലാ ശബ്ദങ്ങൾക്കും നമ്മുടെ ആത്മാവിലേക്ക് പ്രവേശനം നൽകാൻ പാടില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു: എനിക്ക് നിങ്ങളോട് ഇനിയും പലതും പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാനാവില്ല. ശിഷ്യന്മാർ അന്ന് തയ്യാറായിരുന്നില്ല. ഒരുപക്ഷേ നമ്മളും ഇപ്പോഴും എല്ലാറ്റിനും തയ്യാറായിട്ടില്ല. പക്ഷേ സന്തോഷവാർത്ത ഇതാണ്: ദൈവം നമ്മെ ആശയക്കുഴപ്പത്തിൽ ഉപേക്ഷിക്കുന്നില്ല. അവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. അപ്പോസ്തലന്മാരെ നയിച്ച അതേ ആത്മാവ്, രക്തസാക്ഷികളെ ശക്തിപ്പെടുത്തിയ അതേ ആത്മാവ്, വിശുദ്ധരെ പ്രചോദിപ്പിച്ച അതേ ആത്മാവ് ഇന്നും സാധാരണ മനുഷ്യരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ ലോകത്തിലും, ആശയക്കുഴപ്പമുള്ള ലോകത്തിലും, മുറിവേറ്റ ലോകത്തിലും. ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം കൃത്രിമ ബുദ്ധിയാകണമെന്നില്ല. ഒരുപക്ഷേ ഇന്നും ഏറ്റവും വലിയ അത്ഭുതം ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു മനുഷ്യഹൃദയമായിരിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, വരണമേ. വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ നയിക്കണമേ. വിവരങ്ങളുടെ ഈ യുഗത്തിൽ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. ശബ്ദകോലാഹലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾക്ക് നിശബ്ദത തരണമേ. ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ ലോകത്തിൽ
ഞങ്ങൾക്ക് വിവേകം തരണമേ, സത്യം തിരിച്ചറിയാനും നുണകളെ നിരസിക്കാനും യേശുവിനെ വിശ്വസ്തയോടെ അനുഗമിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലൂടെ ഭൂമിയുടെ മുഖം പുതുക്കണമേ. ആമേൻ.